ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള അസാപ്പ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ സ്കില്ലപ്പ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ്. ഇന്ന് നമ്മൾ പോളിടെക്നിക്കിന്റെ ക്ലാസ് ആണ് ഇന്നിവിടെ നടത്തുന്നത്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ S6 വരുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഉള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഹ്യൂമൻ കംഫർട്ട് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സെൻട്രൽ പോളിടെക്നിക് വട്ടിയൂർക്കാവിലെ ലെക്ചർ ആയിട്ടുള്ള പ്രൊഫസർ അരുൺ SL സാറാണ്. സർ, സെഷനിലേക്ക് സ്വാഗതം. താങ്ക് യു കാർത്തിക്. താങ്ക് യു സാർ. വെൽക്കം സർ. ജസ്റ്റ് പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് സാർ പറയുന്നത്. ഇന്ന് നമ്മുടെ 1 hour സെഷനിൽ ഇനിഷ്യലി സാറ് ഒരു ലെക്ചറിങ് സെഷൻ ആയിരിക്കും വരുന്നത്. ഒരു 25 മിനിറ്റ്സോളം വരുന്ന ലെക്ചറിങ് സെഷന് ശേഷം നമുക്കൊരു ചെറിയൊരു Q&A കാണും. നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബട്ടൺ എന്ന് പറയുന്നത് Q&A എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങളുടെ ആപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിൻഡോയിൽ കാണും. അത് യൂസ് ചെയ്ത് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. റെലവെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമ്മൾ സാറിന് പ്രസന്റ് ചെയ്യും. അതിനുശേഷം ലെക്ചറിങ് സെഷൻ കണ്ടിന്യൂ ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് നമ്മൾ വീണ്ടും ഒരു Q&A സെഷനും കൂടെ കാണും. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. സർ, താങ്ക് യു സോ മച്ച് സർ. ഹാൻഡിങ് ഓവർ ടു യു സർ. താങ്ക് യു കാർത്തിക്. താങ്ക് യു ഷാരി. താങ്ക് യു ലക്ഷ്മി. സോ ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് S6 റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന കോഴ്സിലെ 4th മോഡ്യൂളിൽ ഇറങ്ങിയിട്ടുള്ള ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി. ഈ ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഈ ടോപ്പിക്കോട് ബന്ധപ്പെട്ട് ഞാനൊരു 6 വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു 6 വീഡിയോസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റി ഏകദേശം ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഹ്യൂമൻ കംഫർട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. എന്താണ് ഹ്യൂമൻ കംഫർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതിനുശേഷം നമ്മളൊരു ഹ്യൂമൻ ബോഡിയുടെ ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അതിനുശേഷം ഹ്യൂമൻ കംഫർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് പരിചയപ്പെടും. അതിനുശേഷം എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ കംഫർട്ട് ചാർട്ട് എന്താണ്, കംഫർട്ട് സോൺ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം കൂടെ ഒരു വീഡിയോ ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഈ 2 ടോപ്പിക്കുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ കംഫർട്ട് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹ്യൂമൻ കംഫർട്ട് എന്താണെന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എന്താണ് ഹ്യൂമൻ കംഫർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സപ്പോസ് നിങ്ങൾ റോഡിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായെന്ന് വിചാരിക്കാം. നിങ്ങൾ റോഡിലൂടെ അരമണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണെന്ന് വിചാരിക്കാം. അതായത് സൂര്യൻ അതിശക്തമായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ്. അപ്പം നിങ്ങൾ നല്ല ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ കാറും ബൈക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൊണ്ട് ഏകദേശം തളർന്ന് അവശനായി വിയർത്ത് കുളിച്ച് ആകെ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ വീടെത്തി, നിങ്ങളെ വീടിൻ്റെ അകത്ത് കയറി നിങ്ങളെ വീടിൻ്റെ അകത്തുള്ള എയർ കണ്ടീഷൻ ചെയ്ത റൂമിൻ്റെ അകത്ത് കയറി. ഓക്കെ, ഇതൊരു എയർ കണ്ടീഷണറാണ്. ഓക്കെ, ഇതൊരു എയർ കണ്ടീഷണറാണ്. അപ്പോൾ ഇങ്ങനെ എയർ കണ്ടീഷൻ ചെയ്ത ഒരു റൂമിൻ്റെ അകത്ത്, നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് നിങ്ങൾ കയറി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? എയർ കണ്ടീഷൻ ഓണാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ എയർ കണ്ടീഷണർ എന്ത് ചെയ്യും? AC എന്ത് ചെയ്യും? നിങ്ങളുടെ റൂമിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ ഏകദേശം ഒരു നല്ലൊരു, ഫോർ എക്സാമ്പിൾ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സെറ്റ് ചെയ്യുന്നു. മാത്രമല്ല നല്ലൊരു എയർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നു, അല്ലെ നല്ലൊരു വായു സഞ്ചാരം നിങ്ങൾക്ക് തരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, റൂമിൻ്റെ അകത്തുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതായത് ഈർപ്പത്തിൻ്റെ അളവ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ഒരു ഈർപ്പത്തിൻ്റെ അളവിലോട്ട് കൊണ്ടെത്തിക്കുന്നു. ഇതെല്ലാം ആകുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യാൻ തുടങ്ങും? നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. എന്താണ് സാറ്റിസ്ഫാക്ഷൻ? ആ വാക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തത്? കാരണം പുറത്തുള്ള തെർമൽ എൻവയോൺമെൻറ്റ്, ഈ വാക്ക് ആലോചിക്കാം, പുറത്തുള്ള തെർമൽ എൻവയോൺമെൻറ്റിനെ കാട്ടിയും വളരെ ഭേദപ്പെട്ട ഒരു തെർമൽ എൻവയോൺമെൻ്റ് ആണ്
നമ്മുടെ റൂമിൻ്റെ അകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള തെർമൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഭേദപ്പെട്ട തെർമൽ എൻവയോൺമെൻറ്റാണ്. എന്നാൽ റോഡിലുള്ള തെർമൽ എൻവയോൺമെൻറ്റ് വളരെ മോശമായിരുന്നു. ഓക്കെ, ഇനി എന്താണ് ഈ തെർമൽ എൻവയോൺമെൻറ്റ്? അപ്പോൾ ആ വാക്ക് നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ രണ്ടാമത്തെ വാക്കായി തെർമൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇനി എന്താണ് ഈ തെർമൽ എൻവയോൺമെൻറ്റ്? സി, നമ്മളെ ചുറ്റുമുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതായത് മോയ്സ്ചർ കണ്ടൻറ്റ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയൊക്കെ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അത് മോയ്സ്ചർ കണ്ടൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എയറിൻ്റെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തെർമൽ എൻവയോൺമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ മോശമായിരുന്നു ഇവിടെ റോഡിൽ. കാരണം റോഡിലെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമുക്ക് സന്തോഷം തരുന്ന ഒരു ലെവലിലല്ലായിരുന്നു. അതുപോലെ തന്നെ അത് നല്ല എയർ വെലോസിറ്റി ഒന്നും ഇല്ലയെന്ന് വെച്ചോ, അല്ലെങ്കിൽ നല്ല എയർ മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു എന്ന് വയ്ക്കാം. അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും നല്ല രീതിയിൽ അല്ലാത്തത് കൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തില്ല. പക്ഷെ നമ്മൾ റൂമിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? തെർമൽ എൻവയോൺമെൻറ്റ് വളരെ നമുക്ക് സന്തോഷം തരുന്ന ലെവലിലുള്ള തെർമൽ. ആരാണ് ഈ തെർമൽ എൻവയോൺമെൻറ്റ് നമുക്ക് സന്തോഷം തരുന്ന ലെവലിൽ എത്തിച്ചത്? നമ്മുടെ എ സി ആണ്. ഓക്കെ, നമ്മുടെ എ സി ആണ് നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള എയറിൻ്റെ തെർമൽ കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ലെവലിൽ എത്തിച്ചത്. അപ്പോൾ അതാണ് തെർമൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരു അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള തെർമൽ എൻവയോൺമെൻറ്റിനെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള തെർമൽ എൻവയോൺമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? എയർ കണ്ടീഷണർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വളരെ മോശമായിട്ടുള്ള സങ്കടപ്പെടുത്തുന്ന ഒരു തെർമൽ എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, എന്തിന്? അടുത്തൊരു വേർഡ് ഞാൻ പറഞ്ഞു, മനസ്സിന്, അതായത് മൈൻഡിന്, നമ്മുടെ മൈൻഡിന് സാറ്റിസ്ഫാക്ഷൻ തരുന്ന തെർമൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? എയർ കണ്ടീഷനിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റൂമിലെത്തി, നിങ്ങൾക്ക് നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്തു, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു. ഈ വേർഡ് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്ന് പറയാം? കംഫർട്ട് ഫീൽ ചെയ്തു പറയാം, അല്ലേ? അപ്പോൾ എന്താണ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ? കംഫർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് കംഫർട്ട്. എപ്പോഴാണ് നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത്? നിങ്ങളുടെ തെർമൽ എൻവയോൺമെൻറ്റുമായിട്ട് നിങ്ങളുടെ മനസ്സ് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുന്നത്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതായത് എന്താണ് ഹ്യൂമൻ കംഫർട്ട്? നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ആരുമായിട്ടാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്? നമുക്ക് ചുറ്റുമുള്ള തെർമൽ എൻവയോൺമെൻറ്റുമായിട്ട്. എങ്ങനെയാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്? ഒരു എയർ കണ്ടീഷണർ പോലെയുള്ളൊരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ തെർമൽ എൻവയോൺമെൻറ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ശരീരത്തിന് ഹാപ്പിനെസ് നൽകുന്ന ടെമ്പറേച്ചർ ലെവലും എയർ മൂവ്മെൻറ്റും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയൊക്കെ സജ്ജീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും, ഒരു പീസ് ഫീൽ ചെയ്യും, ഒരു സമാധാനം ഫീൽ ചെയ്യും. ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ എന്ത് പറയുന്നത്? കംഫർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ കംഫർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നല്ലൊരു കംഫർട്ട് സോണിലാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഓഫീസുകളൊക്കെ എയർ കണ്ടീഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ചൂടെടുത്ത് അല്ലെങ്കിൽ വളരെ വിയർത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ജോലിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. ജോലി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ റിക്രിയേഷൻ, നമ്മളിപ്പോൾ തിയേറ്ററിൽ പോകുന്നു, അപ്പോൾ നല്ലൊരു സിനിമയാണ്, പക്ഷേ നമുക്ക് ആ തിയേറ്റർ ഭയങ്കര ചൂടാണ്, നല്ലൊരു വായു സഞ്ചാരമില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ മൂവി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ തെർമൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ ആ ചൂടൊക്കെ ഒന്ന് കുറച്ച് നല്ലൊരു വായു സഞ്ചാരമൊക്കെ വരുത്തി റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയൊക്കെ കറക്റ്റ് ലെവലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൂവി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു മാളിൽ പോകുമ്പോഴും അവർ അത് തന്നെയാണ് ചെയ്യുന്നത്, ഒരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴും അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹ്യൂമൻ കംഫർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻസിലോട്ട്, ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷനിലോട്ടൊക്കെ നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹ്യൂമൻ കംഫർട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഓർഗനൈസേഷനെ പറ്റി പഠിക്കാം. ഓക്കെ, ആ ഓർഗനൈസേഷൻ്റെ പേരാണ് ASHRAE അല്ലെങ്കിൽ ആഷ്റേ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ആഷ്റേ? ആഷ്റേയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സൊസൈറ്റി? ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1895, 1895 ഈ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. ഇറ്റ് ഈസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ seeking advance
seeking to advance heating, refrigeration, ventilation and air conditioning systems design and construction. അതായത് നമ്മുടെ വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്, റെഫ്രിജറേഷൻ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ റിസർച്ചുകൾ നടത്തുകയും ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ഡിസൈൻസിനെയൊക്കെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആ ഓർഗനൈസേഷനിൽ ഏകദേശം 57,000-ലധികം മെമ്പേഴ്സുണ്ട്. അതുപോലെ തന്നെ 132 കൺട്രീസിൽ നിന്നും 57,000-ലധികം മെമ്പേഴ്സ് ഓൾറെഡി ASHRAയിൽ ഉണ്ട്. ഓക്കെ, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ ഹ്യൂമൻ കംഫോർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ അതത്ര എളുപ്പമല്ല ഡിഫൈൻ ചെയ്യാൻ, അല്ലേ? അതായത് ഹ്യൂമൻ കംഫോർട്ട് വേരീസ് അപ്പോൺ ദ പേഴ്സൺ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളൊരു പർട്ടിക്കുലർ തെർമൽ എൻവയോൺമെൻറ്റ് ഇരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൂമിൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ AC സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ തണുപ്പ് ഫീൽ ചെയ്യും, പക്ഷേ വേറൊരാളിന് ആ ടെമ്പറേച്ചറിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു കുഞ്ഞു കുട്ടിക്ക് തോന്നുന്ന ഹ്യൂമൻ കംഫോർട്ട് ആയിരിക്കില്ല, അല്ലെങ്കിൽ തെർമൽ കംഫോർട്ട് ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു യുവാവിന് തോന്നുന്നത്. അതുപോലെ ഒരു കുറച്ച് വയസ്സായ ഒരാളിന് തോന്നുന്ന ഹ്യൂമൻ കംഫോർട്ട് ആയിരിക്കത്തില്ല ഈ പറഞ്ഞൊരു യുവാവിന് തോന്നുന്നത്. അപ്പോൾ ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ കംഫോർട്ട് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡിഫൈൻ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫിസിയോളജിക്കൽ ആസ് വെൽ ആസ് സൈക്കോളജിക്കൽ ആസ്പെക്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ആസ്പെക്റ്റുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഹ്യൂമൻ കംഫോർട്ട് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഫോർ അക്കാഡമിക് പർപ്പസ് ASHRA അല്ലെങ്കിൽ ASHRAE ഹാസ് ഡിഫൈൻഡ് ഹ്യൂമൻ കംഫോർട്ട്. അക്കാഡമിക് പർപ്പസിന് വേണ്ടി ASHRAE ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഹ്യൂമൻ കംഫോർട്ടിന് വേണ്ടി. നമുക്കതെന്താണെന്ന് നോക്കാം. സോ ASHRAE ഡിഫൈൻസ് ഹ്യൂമൻ കംഫോർട്ട് ആസ് കണ്ടീഷൻ ഓഫ് മൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് അവിടെ വന്നു, അല്ലേ? എന്താണ് കണ്ടീഷൻ ഓഫ് മൈൻഡ് which expresses satisfaction with the thermal environment. അപ്പോൾ അതൊരു മനസ്സിൻ്റെ ഒരു സ്ഥിതിയാണ്, which expresses satisfaction with the thermal. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അപ്പോൾ this can be considered as an academic definition for human comfort was defined by ASHRAE. Okay, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ human comfort depends upon physiological as well as psychological conditions. So it is very difficult to define. It varies from person to person. Okay. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹ്യൂമൻ ബോഡിയുടെ ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും എന്ത് കഴിക്കുന്ന ആൾക്കാരാണ്? ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഫുഡിലെ കെമിക്കൽ എനർജി എന്തൊക്കെയായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? വർക്കായിട്ടും ബാക്കി ഹീറ്റായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കെമിക്കൽ എനർജി വർക്കായിട്ടും ഹീറ്റായിട്ടും കൺവേർട്ട് ആവും. ഇത് നമുക്കൊരു എൻജിനുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. നമ്മുടെ ഒരു സൈക്ലിക് എൻജിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ്റെ അകത്ത് എന്താണ് കൊടുക്കുന്നത്? നമ്മൾ ഫ്യൂവലാണ് കൊടുക്കുന്നത്, അല്ലേ? ഇന്ധനമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇന്ധനം കത്തുന്നു, കമ്പഷൻ നടക്കുന്നു, എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. ആ എനർജിയിലെ ഒരു ഭാഗം നമുക്ക് വർക്കായിട്ട് കിട്ടുന്നു, ബാക്കി ഭാഗം ഹീറ്റായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഒരു എഞ്ചിനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹ്യൂമൻ ബോഡിയെ കമ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? ഫുഡാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടുന്നു, ഫുഡ് എന്തൊക്കെയായിട്ട് കൺവേർട്ട് ആവുന്നു? വർക്കായിട്ടും ഹീറ്റായിട്ടും കൺവേർട്ട് ആവും. അപ്പം ഞാനിവിടെ എഴുതുകയാണ്, ഫുഡ് ഈസ് decomposed into work as well as heat. Okay, and this process of conversion of food into work and heat is known as, ഈ പ്രോസസ്സിൻ്റെ പേരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, this process of conversion of food into work and heat is known as metabolism. Okay, and the rate of conversion of food into work and heat is known as metabolic rate. Okay, the rate of conversion of food into work and heat is known as metabolic rate. ഓക്കെ, അപ്പോൾ ഈ ഫുഡിൻ്റെ ഡീകമ്പോസിഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓക്സിഡൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡ്യൂ ടു മെറ്റബോളിസം എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? അപ്പം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഫുഡ് ഡീകമ്പോസ് ചെയ്ത് വർക്കും ഹീറ്റും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റബോളിസം എന്നും പറഞ്ഞു. അപ്പോൾ മെറ്റബോളിസം വഴി എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ മെറ്റബോളിസം വഴി ജനറേറ്റ് ചെയ്ത ഹീറ്റിന് എന്ത് സംഭവിച്ചെന്ന് നോക്കണം. ഓക്കെ,
അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു മെറ്റബോളിസം ഹീറ്റ് വിൽ ബി ജനറേറ്റഡ് ഇൻസൈഡ് ദി ബോഡി. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് ഒന്ന് ക്ലിയർ ചെയ്യാം. Now what is metabolism? It is a process by which our body converts food into energy and heat. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി എന്താണ് മെറ്റബോളിക് റേറ്റ്? The rate at which the chemical energy of the food is converted into work and heat by the body is known as metabolic rate. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി മെറ്റബോളിക് റേറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ്, ജെൻഡർ, ഫിസിക്കൽ ആക്ടിവിറ്റി, എൻവയോൺമെൻറ്റ് എക്സെട്ര. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ കംഫർട്ടിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മെറ്റബോളിക് റേറ്റ് ഓൾസോ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പം പ്രായം അനുസരിച്ച്, ജെൻഡർ അനുസരിച്ച്, ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ഇപ്പോൾ ഒരു സ്പോർട്സ്മാൻ്റെ മെറ്റബോളിക് റേറ്റ് ആയിരിക്കത്തില്ല ഒരു സാധാരണ സെഡൻഡറി ജോലി ചെയ്യുന്ന ഒരാളുടെ മെറ്റബോളിക് റേറ്റ്. അതുപോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെറ്റബോളിക് റേറ്റ്. സോ മെറ്റബോളിക് റേറ്റ് ഈസ് ഓൾസോ സംതിങ് ദാറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നമുക്കിനി നമ്മുടെ ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മെറ്റബോളിസം വഴി നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ജനറേറ്റ് ചെയ്യും നമ്മുടെ ബോഡിയിൽ? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ക്യൂ ജെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദി ബോഡി. ഓക്കെ, ഈ ജനറേറ്റ് ചെയ്ത ഹീറ്റിന് എന്ത് പറ്റും എന്നാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്ത ഹീറ്റിൻ്റെ ഒരു ഭാഗം ശരീരത്തിൽ നിന്ന് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും? നമ്മുടെ സ്കിൻ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, നമ്മുടെ സ്കിൻ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, നമ്മുടെ ചർമ്മം വഴി നമ്മുടെ ശരീരത്തിലുണ്ടായ ചൂടിൻ്റെ ഒരു ഭാഗം പുറത്തോട്ട് പോകും. ചിലപ്പോൾ അകത്തോട്ടും വരാം, നമുക്കിപ്പോൾ തൽക്കാലം പുറത്തോട്ട് പോകുമെന്ന് ആലോചിക്കാം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇനി ബാക്കി ഉള്ള ക്യൂ ജനറേഷനിൽ കുറച്ച് ഭാഗം സ്കിൻ വഴി ട്രാൻസ്ഫർ ചെയ്യും. ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് ഭാഗം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? റെസ്പിറേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് റെസ്പിറേഷൻ വഴി ട്രാൻസ്ഫർ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഇൻഹെയിലിങ് ചെയ്യുന്നുണ്ട്, എക്സെയിലിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയറിനെക്കാട്ടി ടെമ്പറേച്ചറും മോയ്സ്ചറും കൂടുതലായിരിക്കും എന്തിന്? എക്സെയിൽ ചെയ്യുന്ന എയറിന്. ഓക്കെ, നമുക്ക് തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ അകത്തോട്ട് വലിക്കുന്ന എയറിനെക്കാട്ടിയും ചൂടും ഈർപ്പവും കൂടുതലായിരിക്കും നമ്മൾ പുറത്തോട്ട് വിടുന്ന എയറിന്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഹീറ്റ് റെസ്പിറേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ റെസ്പിറേഷൻ വഴി ഹീറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഹീറ്റ് പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റബോളിസം വഴി ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റിൽ ഒരു ഭാഗം നമ്മുടെ സ്കിൻ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ബാക്കിയുള്ളതിൽ കുറച്ച് ഭാഗം റെസ്പിറേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ബാക്കി വരുന്നത് ലെഫ്റ്റ് ഓവർ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ക്യൂ ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു ക്യൂ സ്കിൻ പ്ലസ് ക്യൂ റെസ്പിറേഷൻ പ്ലസ് ക്യൂ സ്റ്റോർഡ്. ഓക്കെ, അപ്പോൾ ജനറേറ്റ് ചെയ്ത ഹീറ്റിൻ്റെ ഒരു ഭാഗം സ്കിൻ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, ബാക്കിയുള്ളതിൽ കുറച്ച് ഭാഗം റെസ്പിറേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, ബാക്കിയുള്ളത് നമ്മുടെ ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്കിൻ വഴി എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാണ്ട്, എങ്ങനെയാണ് സ്കിൻ വഴി നമ്മുടെ ബോഡിയിൽ സ്കിൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, മെയിൻലി മൂന്ന് മോഡ് വഴിയാണ് സ്കിൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് കൺവെക്ഷൻ. ഓക്കെ, കൺവെക്ഷൻ. സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് റേഡിയേഷൻ. തേർഡ് മോഡ് എന്ന് പറയുന്നത് ഇവോപ്പറേഷൻ. അപ്പോൾ എന്താണ് കൺവെക്ഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഇസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ഫ്ലൂയിഡ്സ്. അതിനെ നമ്മൾ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരാളിവിടെ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ചുറ്റും എയറുണ്ട്. അപ്പോൾ അയാളുടെ ശരീരത്തിലുള്ള ഹീറ്റ് അയാളുടെ ചർമ്മം വഴി എയറിലോട്ട് കൺവെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചും കൺവെക്റ്റ് ചെയ്യാം. എയറിൽ നിന്ന് ശരീരത്തിലോട്ടും കൺവെക്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും എയറിലോട്ട് ഹീറ്റ് കൺവെക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ബോഡിയുടെ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് എയറിലോട്ട് കൺവെക്റ്റ് ചെയ്യപ്പെടും. ഇനി തിരിച്ചാണെങ്കിലോ കണ്ടീഷൻ, സപ്പോസ് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ എയറിൻ്റെ ടെമ്പറേച്ചറിനെക്കാട്ടി കുറവാണെങ്കിൽ എയറിൽ നിന്നും
നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ കൺവെക്ഷൻ്റെ കേസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൺവെക്ഷൻ രണ്ട് രീതിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ പ്ലസ് മൈനസ് സിമ്പിൾ ഇടുകയാണ്, പ്ലസ് ഓർ മൈനസ് സിമ്പിൾ ഇടുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് ഹീറ്റ് വരികയാണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവായിട്ടും പുറത്തോട്ട് ഹീറ്റ് പോവുകയും നമ്മളതിനെ പോസിറ്റീവായിട്ടും കൺസിഡർ ചെയ്യും. അതേ കേസ് തന്നെയാണ് റേഡിയേഷൻ്റെ. ഓക്കെ, റേഡിയേഷനിലും ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നമ്മുടെ ശരീരത്തിലോട്ട് ഹീറ്റ് വരാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് ഹീറ്റ് പോകാം. ഓക്കെ, അപ്പോൾ ഈ കൺവെക്ഷൻ റേഡിയേഷൻ്റെയൊക്കെ ബേസിക്സ് നിങ്ങൾ തെർമൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ക്യൂ ഇവാപ്രേഷൻ. എങ്ങനെയാണ് ഇവാപ്രേഷൻ വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് പോകുന്നത്? അതായത് നമുക്കറിയാം, നമ്മൾ വിയർത്തിരിക്കും, നമ്മൾ ചൂടുള്ള സമയത്ത് നമ്മൾ വിയർക്കും. അപ്പോൾ വിയർക്കുമ്പോൾ സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ അവർ ബോഡി, അല്ലെ, നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ വിയർപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേപ്പറൈസ് ചെയ്ത് പുറത്തോട്ട് പോകുന്നു. ഓക്കെ, നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് അല്ലെങ്കിൽ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിയർപ്പ് ട്രാൻസ്ഫർ ചെയ്ത് വേപ്പറൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫർ. അപ്പോൾ അതാണ് അടുത്ത മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മുടെ സ്കിന്ന് വഴിയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ 3 ടൈപ്സ് ആണ്. എന്തൊക്കെയാണ്? കൺവെക്ഷൻ, റേഡിയേഷൻ ആൻഡ് ഇവാപ്രേഷൻ. ഇനി ഇവാപ്രേഷൻ്റെ കേസിൽ ഇവാപ്രേഷൻ നടക്കുകയാണെങ്കിൽ എപ്പോഴും ശരീരത്തിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടായിരിക്കും ഹീറ്റ് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, നെഗറ്റീവ് കാണിച്ചില്ല. പ്ലസ്സോ മൈനസ് ഇട്ടിട്ടില്ല, വെറും പ്ലസ്സോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇവാപ്രേഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് മാത്രമേ ഹീറ്റ് പോകത്തുള്ളൂ. ഓക്കെ, അല്ലാതെ അകത്തോട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്ലസ് ഓർ മൈനസ് ആണ്. പക്ഷേ കൺവെക്ഷൻ്റെ റേഡിയേഷൻ്റെ കേസ് ഡിഫറൻ്റ് ആണ്. കൺവെക്ഷൻ വഴി ശരീരത്തിൻ്റെ അകത്തോട്ട് ഹീറ്റ് വരാം, പുറത്തോട്ടും പോകാം. റേഡിയേഷൻ വഴിയും ശരീരത്തിലോട്ട് ഹീറ്റ് വരാം, പുറത്തോട്ടും പോകാം. ഓക്കെ, സോ അതാണ് QSK പറ്റി പറയാനുള്ളത്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ദ ജനറേറ്റഡ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ സ്കിൻ പ്ലസ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ റെസ്പിറേഷൻ പ്ലസ് ഹീറ്റ് സ്റ്റോർഡ് ഇൻ ദ ബോഡി. ഓക്കെ, കുറച്ച് ഭാഗം സ്കിൻ വഴി പോകുന്നു, ബാക്കി വരുന്നതിൽ കുറച്ച് ഭാഗം റെസ്പിറേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, ബാക്കി വരുന്ന ഹീറ്റ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. സോ ദിസ് ഈസ് ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീറ്റ് ബാലൻസ് ഇക്വേഷനെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഹീറ്റ് ബാലൻസ് ഇക്വേഷൻ? Q generated is equal to heat transfer through skin plus heat transfer through respiration plus heat stored in the body. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി കഴിഞ്ഞ സ്ലൈഡിൽ നോക്കിയായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ 1നെ ചെറുതായിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ഇക്വേഷൻ 1 വി വിൽ ഗെറ്റ് വാട്ട് ഈസ് Q stored. അതായത് Q stored is equal to ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. Q storedനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു, Q gen അപ്പുറത്ത് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q stored will be equal to Q generated minus QSK plus Q respiration. ഓക്കെ ഓക്കെ അപ്പോൾ Q storedൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഫോർ എ ഹെൽത്തി ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച്, നോർമൽ ബോഡിയെ സംബന്ധിച്ച് എത്രയായിരിക്കണം Q സ്റ്റോർ എന്നുള്ള എന്തെങ്കിലും ഒരു ഗസ് വർക്ക് ഉണ്ടോ? എത്രയായിരിക്കണം ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ച് Q സ്റ്റോർഡ്? ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ച് Q സ്റ്റോർ ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിസം വഴി ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് സ്കിന്ന് വഴിയും റെസ്പിറേഷൻ വഴിയൊക്കെ ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പൊയ്ക്കോളണം. ഓക്കെ, അപ്പോൾ ഈ Q സ്റ്റോർ ഈസ് ഈക്വൽ ടു 0, അതായത് നമ്മൾ ഇവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് Q gen എന്തെന്ന് പറഞ്ഞു കിട്ടും? which implies Q gen is equal to അല്ലെങ്കിൽ Q generated is equal to QSK plus Q respiration. അല്ലേ, ഈ ഇക്വേഷനിൽ ഇതിനെ QSTക്ക് 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ Q genനെ അല്ലെങ്കിൽ ഈ QSK plus Q ഇപ്പുറത്ത് കൊണ്ടുവരാം, ഇത് ഇപ്പുറത്ത് Q gen ഇപ്പുറത്ത് നടക്കും. അപ്പോൾ നമുക്ക് എന്ത് റീറൈറ്റ് ചെയ്യാൻ പറ്റും? Q generation is equal to QSK plus Q respiration എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് സ്കിന്ന് വഴി റെസ്പിറേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് പുറത്ത് പോകണം, എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി നോർമലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഇഫ് QST is equal to 0 we can say that the body is normal. ഓക്കെ, അതൊരു കംഫർട്ട് സോണിലാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ QST ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലോ
QST ഗ്രേറ്റർ ദാൻ 0 ആയിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ബോഡി ഹോട്ടാണെന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിക്ക് ഊഷ്മാവ് കൂടുതലാണ്. അതൊരു പരിധി കൂടിക്കഴിഞ്ഞാലും നമ്മൾ ഒരു പരിധിയിലധികം കൂടിക്കഴിഞ്ഞാലും അത് ഡേഞ്ചറാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് QST ലെസ് ദാൻ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ബോഡി കോൾഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ചൂടാവാനൊക്കെ പല കാരണങ്ങളാണ്. പക്ഷേ കാരണങ്ങൾ എന്തായാലും ഇഫ് QST is greater than 0 we can consider the body as hot, and if QST is less than 0 we can consider the body as cold. For a human body QST must be equal to 0. Okay, clear? അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹലോ സാർ. പറഞ്ഞോ സാർ. ആക്ച്വലി നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതായത് റേഡിയേഷന്റെ ആ ഒരു പോർഷൻ സാർ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത് സാർ. ഓക്കെ, പറഞ്ഞോളൂ. എനിക്കിപ്പോൾ പറയാം സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺവെക്ഷൻ വഴിയും റേഡിയേഷൻ വഴിയും. സ്കിന്ന് വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺവെക്ഷൻ മോഡ് വഴി, റേഡിയേഷൻ മോഡ് വഴി, ഇൻവാപ്പറേഷൻ മോഡ് വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റേഡിയേഷൻ മോഡ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് 3 ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ മോഡ്സ് ആണുള്ളത്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ മോഡും കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ മോഡും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷനിൽ നമുക്ക് മീഡിയം വേണ്ട ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ. അതായത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സും ഹീറ്റ് സ്വീകരിക്കുന്ന ആളിനും ഇടയ്ക്ക് മീഡിയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ കണ്ടക്ഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പി എടുത്ത് ഒരു സ്ഥലത്ത് ഒരു തീയിൽ വെച്ച് ചൂടാക്കുന്നു, അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നു. അതിന്റെ ചൂടാവുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ കൈ വരെ, നമ്മൾ പിടിക്കുന്ന സ്ഥലം വരെ ഈ സ്റ്റീൽ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. അതുപോലെ കൺവെക്ഷൻ ആണെങ്കിൽ നമുക്കൊരു ഫ്ലൂയിഡ് മീഡിയം വേണം, അല്ലെങ്കിൽ എയറോ അല്ലെങ്കിൽ വാട്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് മീഡിയം നമുക്ക് വേണം. പക്ഷേ റേഡിയേഷനിൽ അങ്ങനെ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. അതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇനി റേഡിയേഷനിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ടും റേഡിയേറ്റ് ചെയ്ത് ഹീറ്റ് പുറത്തോട്ട് പോകാം, അല്ലെങ്കിൽ പുറത്തുള്ളൊരു ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്നും ഹീറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് റേഡിയേറ്റ് ചെയ്ത് വരാം. അതുകൊണ്ടാണ് അവിടെ പ്ലസ് ഓർ മൈനസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സണ്ണിൻ്റെയൊക്കെ ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെയിൻലി ത്രൂ റേഡിയേഷൻ. അപ്പം നമ്മുടെ അടുത്തൊരു ഹോട്ടായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് ഹീറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് വരാം. അതേപോലെ നമ്മുടെ അടുത്തൊരു കോൾഡ് ആയിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് ആ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് റേഡിയേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവിടെ പ്ലസും മൈനസും ഇട്ടേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ സാർ, താങ്ക് യു സാർ. അടുത്തൊരു 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് സാർ നമുക്കിപ്പോൾ നിലവിലെ. ചോദിച്ചോട്ടെ സാർ. സെക്കൻഡ് സാർ, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഹീറ്റ് റിജക്റ്റഡ് ഓൺ ആൻ ആവറേജ് ബൈ ദ ഹ്യൂമൻ ബോഡി? അതിന്റെ കൂടെ തന്നെ ഈസ് ഇറ്റ് ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ആൻഡ് ഡിഫറെന്റ് വർക്കിംഗ് കണ്ടീഷൻസ്? അതെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം പറയാം. അതായത് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കണ്ടീഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പേഴ്സൺസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് എങ്ങനെയാണ്. ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാളുടെ ഹീറ്റ് ജനറേഷൻ ആയിരിക്കത്തില്ല ഒരു സെഡൻഡറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രമാത്രം ഹീറ്റ് പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു 30% ആണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൽ ഏകദേശം 30% മാത്രമേ നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 60 to 70% അത് റേഡിയേറ്റ്, മീൻസ് അത് പുറത്തോട്ട് പോകണം. ഓക്കെ, അപ്പൊ അതാണ് അതിനുള്ള ഉത്തരം. ഓക്കെ സാർ, അത് ചോദിച്ച അച്യുതനായിരുന്നു. അതിനടുത്ത് വിജേഷിന്റെ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് സാർ, ക്യാൻ വി കൺട്രോൾ ഫീവർ ബൈ ഇൻക്രീസിങ് റെസ്പിറേറ്ററി റേറ്റ്? ഫീവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ എന്തെങ്കിലും കാരണം കൊണ്ട് കൂടുന്ന ഒരു അവസ്ഥയാണ് ഫീവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ തന്നെ തെർമോ റെഗുലേറ്ററി മെക്കാനിസംസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ അധികം കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം പെട്ടെന്ന് വിയർക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെ വിയർക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഉപയോഗിച്ചുകൊണ്ട് ആ വിയർപ്പിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പം റെസ്പിറേഷൻ ഒരു തെർമോ റെഗുലേറ്ററി മെക്കാനിസം ആണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള തെർമോ റെഗുലേറ്ററി മെക്കാനിസംസിൽ ഒന്നെന്ന് പറയുന്നത് ഷിവറിങ്, രണ്ടെന്ന് പറയുന്നത് സ്വെറ്റിങ്, അതുപോലെ തന്നെ വാസോ ഡയലേഷൻ മെക്കാനിസംസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനടുത്തോട്ടുള്ള ബ്ലഡ് വെസൽസിൽ ഒരുപാട് ബ്ലഡ് സപ്ലൈ ചെയ്യും. അതായത് നമ്മുടെ ബ്ലഡിന്റെ അകത്ത് എന്തുണ്ട്? നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവുണ്ട്, ചൂടുണ്ട്. അപ്പൊ ഈ ബ്ലഡ് എന്ത് ചെയ്യും? നമ്മുടെ
സ്കിന്നിൻ്റെ അടുത്തുള്ള വെസൽസിലോട്ട് ഒരുപാട് വരികയും പമ്പ് ചെയ്യപ്പെടുകയും അതുവഴി കൺവെക്ഷൻ വഴി നമ്മുടെ സ്കിന്നിൻ്റെ അടുത്തായതുകൊണ്ട് ഈ ബ്ലഡ് സ്കിന്നിൻ്റെ അടുത്താണ് നിൽക്കുന്നത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കൺവെക്ഷൻ വഴി ഈ ട്രാൻസ്ഫർ നന്നായിട്ട് നടക്കുകയും നമ്മുടെ ടെമ്പറേച്ചർ കുറയാൻ സാധിക്കും. ഇനി അഥവാ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ വളരെയധികം കുറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് അധികം സ്കിന്നിൻ്റെ അടുത്തോട്ട് വരാതിരിക്കാനായിട്ട് ബോഡിയിൽ ഒരു മെക്കാനിസം ഉണ്ട്. കാരണം എന്താണ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ചൂട് പുറത്തോട്ട് എസ്കേപ്പ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ കുറെ മെക്കാനിസംസ് ആണ് ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ടുള്ളത്. റെസ്പിറേഷൻ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കത്ര ക്ലിയർ ആണ്. ഓക്കെ സാർ, ശരി, താങ്ക് യു സാർ. സാർ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വിഷ്ണു SR ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് ബോഡി ടെമ്പറേച്ചർ 37°C ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതായത് ഇഫ് ദ ഹീറ്റ് സ്റ്റോർഡ് ഇസ് 0, then how is this maintained? ഓക്കെ, നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് വെസൽസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ബോഡിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷിവറിങ്, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സ്വെറ്റിംഗ്, ഇങ്ങനെയുള്ള മെക്കാനിസം വഴിയാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ഒരു ടെമ്പറേച്ചർ ബോഡിക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിയും കൂടുതൽ ലെവലിലോട്ട്, കൂടുതൽ എക്സ്ട്രീംസിലോട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മെഡിക്കേഷനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എയർ കണ്ടീഷനിങ്ങിന്റെ ഒക്കെ ആവശ്യകത വരും. ഓക്കെ സാർ, ആക്ച്വലി ഇത് റിലേറ്റഡ് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഐ ഗസ് യു ഓൾറെഡി ആൻസർ. കാര്യം ഹീറ്റ് സ്റ്റോർ ചെയ്തേക്കുന്നത് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസർ ദാൻ 0 ആവുന്ന കണ്ടീഷൻസ് ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന ഒരു കണ്ടീഷൻ ആണ്. എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും പാത്തോജൻ നമ്മുടെ ബോഡിക്കകത്ത് വരികയാണെങ്കിൽ നമുക്ക് ബോഡി ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ നേരത്തെ പറഞ്ഞതിൽ അതിൽ ഉത്തരം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ട് സാർ, അതിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി പോകുന്നുണ്ട്. സാർ, നമ്മുടെ Q&A ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ കോഴ്സ് ഓൺ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ്. പക്ഷേ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു എഫക്റ്റീവ് ടെമ്പറേച്ചറിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക്സ് സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. അപ്പം നമ്മളിന്ന് പാർട്ട് 1-ൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നീ കോൺസെപ്റ്റുകളെ പറ്റി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ എഫക്റ്റീവ് ടെമ്പറേച്ചറിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ഈ എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ വീഡിയോസ് 2 പാർട്ടുകളായിട്ടാണ്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിൽ തന്നെ പാർട്ട് 1.1-ൽ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എയർ കണ്ടീഷനിങ്ങിനെയും അതുപോലെ തന്നെ ഹ്യൂമൻ കംഫർട്ടിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ മൈ നെയിം ഈസ് അരുൺ. ഐ എം വർക്കിംഗ് ആസ് എ ലെക്ചർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സെൻട്രൽ പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം. സോ ലെറ്റ് us begin. ഓക്കെ, അപ്പോൾ നമുക്കിനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ പറ്റി നോക്കാം. എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് 2 ടേംസ് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈ എയർ. എന്താണ് ഡ്രൈ എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡ്രൈ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് a mixture of gases like nitrogen, oxygen, carbon dioxide, hydrogen, helium, neon, argon, etc. ഇങ്ങനെയുള്ള ഡ്രൈ ഗ്യാസസിൻ്റെ മിക്സ്ചറിനെയാണ് നമ്മൾ ഡ്രൈ എയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോയിസ്റ്റ് എയർ? ഒന്ന് കളർ മാറ്റിയതാണ്. സോ വാട്ട് ഈസ് മോയിസ്റ്റ് എയർ? നമ്മൾ ഈ പറഞ്ഞ ഡ്രൈ എയർ ഉണ്ടല്ലോ, അതായത് മിക്സ്ചർ ഓഫ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, ഹീലിയം, നിയോൺ, ആർഗൺ, അങ്ങനെയുള്ള ഡ്രൈ എയറിൻ്റെ കൂടെ നമ്മൾ വാട്ടർ വേപ്പർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോയിസ്റ്റ് എയർ കിട്ടും. ഓക്കെ, സോ മോയിസ്റ്റ് എയർ ഇസ് ദ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ. ഇനി എന്താണ് വാട്ടർ വേപ്പർ? വാട്ടർ വേപ്പർ ഇസ് ദ ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് H2O. H2O-ൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ 2 ടേംസ് കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് മോയ്സ്ചർ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് എയർ എന്നും പറയും. രണ്ടാമത്തെ ടേം അപ്പോൾ എന്തായിരിക്കും? ഒബ്വിയസ്ലി അൺസാച്ചുറേറ്റഡ് മോയ്സ്ചർ. ഓക്കെ, സാച്ചുറേറ്റഡ് മോയ്സ്ചർ ആൻഡ് അൺസാച്ചുറേറ്റഡ് മോയ്സ്ചർ. അതായത് നമ്മളിപ്പോൾ സപ്പോസ് 1 മീറ്റർ ക്യൂബ് വോളിയം ഓഫ് മോയ്സ്ചർ എടുത്തെന്ന് വയ്ക്കാം. 1 മീറ്റർ ക്യൂബ് വോളിയം ഓഫ് മോയ്സ്ചർ നമ്മൾ എടുത്തിരിക്കുകയാണ്. ആ മോയ്സ്ചറിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന വാട്ടർ പേപ്പർ കണ്ടന്റിന് ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി. ഒരു പെർട്ടിക്കുലർ വോളിയം ഓഫ് മോയ്സ്ചർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ
ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ഒരു പെർട്ടിക്കുലർ പ്രഷറിലും ആ വോളിയം ഓഫ് മോയ്സ്ചറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, താങ്ങാൻ കഴിയുന്ന മാക്സിമം വാട്ടർ വേപ്പർ കണ്ടന്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ കൂടുതൽ വാട്ടർ വേപ്പർ കണ്ടന്റ് നമുക്ക് ആ മോയ്സ്ചറിലോട്ട് ആഡ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം വാട്ടർ വേപ്പർ കണ്ടന്റിന് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സാച്ചുറേറ്റഡ് മോയ്സ്ചർ. ഓക്കെ, സാച്ചുറേറ്റഡ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്, അതായത് അതിന് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം വാട്ടർ വേപ്പർ കണ്ടന്റ് അത് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മോയ്സ്ചറിനെ നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് മോയ്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാച്ചുറേറ്റഡ് മോയ്സ്ചർ? ദ വാട്ടർ വേപ്പർ കണ്ടന്റ് in the moisture is equal to maximum quantity it can hold at that particular temperature and pressure. എപ്പോഴും അതൊരു കണ്ടീഷനാണ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാട്ടർ വേപ്പർ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മളതിനെ സാച്ചുറേറ്റഡ് മോയ്സ്ചർ എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും അൺസാച്ചുറേറ്റഡ് മോയ്സ്ചർ? ഒബിയസ് ആണല്ലോ, നമുക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്താണ്? എന്താ വാട്ടർ വേപ്പർ കണ്ടന്റ് ഇൻ ദ മോയ്സ്ചർ ഈസ് ലെസ് ദാൻ ദ മാക്സിമം ക്വാണ്ടിറ്റി ഇറ്റ് ക്യാൻ ഹോൾഡ്, അല്ലേ? സോ ദാറ്റ് ഈസ് നോൺ ആസ് അൺസാച്ചുറേറ്റഡ് മോയ്സ്ചർ. ഇപ്പോൾ സാച്ചുറേറ്റഡ് മോയ്സ്ചറുണ്ട്, അൺസാച്ചുറേറ്റഡ് മോയ്സ്ചറും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേമിലോട്ട് വരാം. എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ മാസ് ഓഫ് ദ വാട്ടർ വേപ്പർ ദ മോയ്സ്ചർ കണ്ടെയ്ൻസ് ടു ദി മാസ് ഓഫ് ദ വാട്ടർ വേപ്പർ ഓഫ് ദി സാച്ചുറേറ്റഡ് മോയ്സ്ചർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാസ് ഓഫ് ദ വാട്ടർ വേപ്പർ ഇൻ ദി unsaturated moisture. And what is MVS? MVS is the mass of the water vapor in the saturated moisture at a particular pressure and temperature. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു മീറ്റർ ക്യൂബ് വോളിയം ഓഫ് എയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആക്ച്വലി എത്ര വാട്ടർ വേപ്പർ കണ്ടന്റ്, എത്ര മാസ് ഓഫ് വാട്ടർ വേപ്പർ കണ്ടന്റ് ഉണ്ട് എന്ന് പറയുന്നതാണ് എം വി. ഓക്കെ, ഇനി അത് സാച്ചുറേറ്റഡ് ആവുകയാണെങ്കിൽ അതിനെ എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എം വി എസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, സോ ഇത് സാധാരണ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇനി സപ്പോസ് ഒരു ഏരിയയിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഏരിയയ്ക്ക് ചുറ്റുമുള്ള എയറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈർപ്പത്തിൻ്റെ അളവ് കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഒരു ഏരിയയിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഏരിയയിലെ എയറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസിലൂടെയൊക്കെ ഒന്ന് പോവാം. ആദ്യം ഇതൊന്ന് ക്ലിയർ ചെയ്യാം, ബോർഡൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി denoted by the symbol phi. It is the ratio of actual mass of water vapor in a given volume of moisture to the mass of water vapor in the same volume of saturated air at the same temperature and pressure. So അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം വോളിയം ആയിരിക്കണം, സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം, സെയിം പ്രഷർ ആയിരിക്കണം. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് phi is given by mv divided by mbs. Okay, mv is the mass of the water vapor of the unsaturated moisture, അല്ലെങ്കിൽ ആക്ച്വൽ മാസ് ഓഫ് ദ വാട്ടർ വേപ്പർ എന്ന് പറയാം, ഡിവൈഡഡ് ബൈ എം ബി എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ വാട്ടർ വേപ്പർ ഇൻ ദ സെയിം വോളിയം ഓഫ് സാച്ചുറേറ്റഡ് എയർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്കിനി അപ്പോൾ എങ്ങനെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹ്യൂമൻ കംഫർട്ടിനെ അഫക്റ്റ് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, സോ ഹൗ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഫക്ട്സ് ദി ഹ്യൂമൻ കംഫർട്ട്. അപ്പോൾ ഹ്യൂമൻസ് ആർ ഹൈലി സെൻസിറ്റീവ് ടു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു ചൂടുള്ള സ്ഥലത്ത് നിൽക്കുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? വിയർക്കാൻ തുടങ്ങും, അല്ലേ? സോ വാട്ട് ഈസ് സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഒരു തെർമോ റെഗുലേറ്ററി മെക്കാനിസമാണ്. എന്തിനാണ് സ്വെറ്റിംഗ് നടക്കുന്നത്? നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വെറ്റിംഗ് വഴി ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേറ്റഡ് ആവുന്നത്? അപ്പോൾ സപ്പോസ് നമ്മളിങ്ങനെ ചൂടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഹീറ്റ് ഉപയോഗിച്ച് ഈ സ്വെറ്റിനെ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്ത് കളയും.
അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ഉപയോഗിച്ചാണ് സ്വെറ്റിനെ ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്ത് കളയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് കുറയും, അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഓക്കെ, റെഗുലേറ്റ് ചെയ്യപ്പെടും. അതാണ് സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. സ്വെറ്റിങ്ങിൻ്റെ മെക്കാനിസം അതാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ ചൂടുള്ള സ്ഥലത്ത് നിൽക്കുകയാണ്, നമ്മൾ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മുടെ ചുറ്റിനുമുള്ള എയറിൻ്റെ നമ്മുടെ ചുറ്റിനുമുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് വയ്ക്കാം, ഭയങ്കര കൂടുതലാണെന്ന് വയ്ക്കാം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ചുറ്റുമുള്ള എയറിൻ്റെ അകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് വളരെ കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വെറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ സ്വെറ്റിന് നമ്മുടെ ശരീരത്തിൽ ഊഷ്മാവ് ഉപയോഗിച്ച് ഇവാപ്പറേറ്റ് ചെയ്ത് എയറിലോട്ട് വിടണം. പക്ഷേ ഓൾറെഡി എയറിൽ എന്തുകൊണ്ട് ഒരുപാട് വാട്ടർ വേപ്പർ ഉണ്ട്. വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചൂട് ഉപയോഗിച്ച് സ്വെറ്റിനെ ഇവാപ്പറേറ്റ് ചെയ്ത് ഈ ഓൾറെഡി ഡെൻസ് ആയിട്ടുള്ള എയറിലോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് വിടാൻ പറ്റുമോ? എളുപ്പത്തിൽ പറ്റുമോ? ഇല്ല. അത്ര പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല. അത്ര പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ അത്ര പെട്ടെന്ന് റെഗുലേറ്റഡ് ആവത്തില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹോട്ട്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചുറ്റുമുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ ഫോർ എക്സാമ്പിൾ ഒരു 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ നമുക്ക് അതിനെക്കാട്ടിയും കൂടുതൽ ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. എന്തുകൊണ്ട്? കാരണം ആ എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എടുക്കാം. സപ്പോസ് നമ്മൾ വിയർത്ത് വാങ്ങി നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവാണെന്ന് വയ്ക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്ത് നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ അകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് അത്ര അധികം കാണത്തില്ല, കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പിനെ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് കൊണ്ട് തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് ചുറ്റുമുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറഞ്ഞ എയറിലോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് വിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും. ഇനി വളരെയധികം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെയധികം കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ചൂട് കുറച്ചധികം ചൂട് പുറത്തോട്ട് പോവുകയും യഥാർത്ഥ ടെമ്പറേച്ചർ എത്രയാണോ, സപ്പോസ് ഫോർ എക്സാമ്പിൾ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ ഈ ചുറ്റുമുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്, നമുക്ക് അതിലും കുറവ് ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എയറിൻ്റെ യഥാർത്ഥ ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറവ് ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഓക്കെ, കാരണം ഹ്യൂമിഡിറ്റി കൂടുതലാണ്. യഥാർത്ഥ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു 32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഒക്കെ ഫീൽ ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള വിയർപ്പ് എളുപ്പത്തിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, സോ അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള തെർമൽ എൻവയോൺമെൻറ്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കറക്റ്റ് ലിമിറ്റിൽ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കംഫർട്ട് ലെവൽ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു എയർ കണ്ടീഷനിങ് ചെയ്യുന്നത്. അപ്പം ടെമ്പറേച്ചർ കുറയ്ക്കാൻ മാത്രമല്ല നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇങ്ങനെ സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് കംഫർട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ എയർ കണ്ടീഷനിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ ഹ്യൂമൻസ് ആർ വെരി സെൻസിറ്റീവ് ടു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. Sweating is the body's mechanism to keep cool and maintain its temperature. If the RH is 100%, അതായത് നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100%, അതായത് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ വേപ്പർ ഫുള്ളും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വയ്ക്കുക. ഇത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ദി എയർ is 100%, sweat produced will not evaporate into the air. Okay, and we feel much hotter than the actual temperature when RH is high. Clear? അതുപോലെ തന്നെ on the other hand, if the RH is low, we can feel much cooler than the actual temperature because our sweat evaporates easily, cooling us off. RH ഭയങ്കര കുറവാണെങ്കിൽ യഥാർത്ഥ ചുറ്റുമുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണോ അതിനെക്കാട്ടിയും ടെമ്പറേച്ചർ കുറവായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് RH. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് DBT എന്ന് നോക്കാം. സോ DBT സ്റ്റാൻഡ്സ് ഫോർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതായത് നമ്മളൊരു സാധാരണ തെർമോമീറ്റർ, ഈ കാണുന്ന പോലെ ഒരു സാധാരണ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുമുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ അളക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. സോ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ മെഷർഡ് ബൈ ആൻ ഓർഡിനറി തെർമോമീറ്റർ ഫ്രീലി എക്സ്പോസ്ഡ് ടു ദ എയർ ബട്ട് ഷീൽഡഡ് ഫ്രം റേഡിയേഷൻ ആൻഡ് മോയ്സ്ചർ. അപ്പോൾ നമുക്കിത് എന്താണ് WBT എന്ന് നോക്കാം. WBT സ്റ്റാൻഡ്സ് ഫോർ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അതായത് നമ്മളൊരു തെർമോമീറ്റർ എടുക്കുന്നു, ആ തെർമോമീറ്ററിൻ്റെ ബൾബിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെയുള്ളൊരു തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുമുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ അളക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? WBT അല്ലെങ്കിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഇനി ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റിൽ ഇപ്പോൾ എയർ ഈ തുണിയെ പുറത്തൂടെ പോകുന്നുണ്ടല്ലോ, പാസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു നനഞ്ഞ തുണിയാണെന്ന് പറഞ്ഞു, ഒരു വെറ്റ് ക്ലോത്താണ് അല്ലേ? വെറ്റ് ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ഈ ബൾബിനെ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്ത് സംഭവിക്കും? ഈ നനഞ്ഞ തുണിയിൽ നിന്ന്
വാട്ടർ വേപ്പർ പുറത്തോട്ട് ഇവാപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ എന്ത് എഫക്റ്റ് ഉണ്ടാകും? അവിടെ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കാണിക്കുന്ന ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. സോ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എപ്പോഴും ഒരു സെയിം എൻവയോൺമെൻറ്റിൽ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും എടുക്കുകയാണെങ്കിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കും. ഒരിക്കലും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആവത്തില്ല. ഒന്നുകിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലെസ് ദാൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈക്വൽ ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി നമുക്ക് സപ്പോസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഇനി സപ്പോസ് ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് വയ്ക്കാം. ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ സപ്പോസ് നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള എയറിലെ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണെന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇവാപ്പറേഷൻ റേറ്റ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ എയർ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇവാപ്പറേഷൻ റേറ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ തുണിയിൽ നിന്ന്, നനഞ്ഞ തുണിയിൽ നിന്നും വാട്ടർ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തു പോകാനുള്ള സാധ്യത കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂളിംഗ് എഫക്റ്റിന് എന്ത് പറ്റും? കൂളിംഗ് എഫക്റ്റും കുറയും അല്ലേ? കൂളിംഗ് എഫക്റ്റും കുറയും. അതായത് ഈ വെറ്റ് ബൾബ് തെർമോമീറ്റർ കാണിക്കുന്ന ടെമ്പറേച്ചറും അധികം കുറവായിരിക്കത്തില്ല, അധികം ടെമ്പറേച്ചർ താഴത്തില്ല. വെറ്റ് ബൾബ് തെർമോമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ അധികം താഴത്തില്ല. സപ്പോസ് ഇവിടെ തന്നെ നിൽക്കുന്നു വെച്ചോ. ഇനി ഇതേ കണ്ടീഷനിൽ തന്നെ സപ്പോസ് നമ്മുടെ RH റൈസ് ചെയ്യട്ടെ. സപ്പോസ് ഇതേ കണ്ടീഷൻ, ഇതേ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ RH കുറവാണെന്ന് വയ്ക്കുക. അതായത് നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുതലാവുക എന്ന് പറഞ്ഞാൽ ഈ തെർമോമീറ്റർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം കൂളിംഗ് എഫക്റ്റ് കൂടുതലായിരിക്കും. ഇവാപ്പറേഷൻ റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൂളിംഗ് എഫക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ കൂളിംഗ് എഫക്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഈ തെർമോമീറ്റർ, ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റുള്ള ഒരു തെർമോമീറ്റർ അല്ലെങ്കിൽ വെറ്റ് ബൾബ് തെർമോമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ കാട്ടി വളരെ കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആസ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻക്രീസസ് ദ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ the wet bulb temperature will be higher, and as the relative humidity decreases the wet bulb temperature will be lower. Okay, relative humidity കുറയും തോറും കൂളിംഗ് എഫക്റ്റ് കൂടും. അങ്ങനെ അതുകൊണ്ട് തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കുറയും. ഇനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടും തോറും കൂളിംഗ് എഫക്റ്റ് കുറയും. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉയർന്നു തന്നെ ഇരിക്കും. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂവിന് മുകളിൽ പോകത്തില്ല, ചിലപ്പോൾ ഈക്വൽ ആവാം. ഓക്കെ, so WBT is the temperature read by a thermometer covered in water soaked cloth. Okay, ini what happens if the relative humidity, one second, okay, what happens if the relative humidity of the air is 100%? What happens if the relative humidity of the air is 100%? 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാച്ചുറേറ്റഡ് എയർ അല്ലേ? അത് നമ്മൾ പറയുന്ന പേരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇഫ് ദ എയർ ഈസ് സാച്ചുറേറ്റഡ് then the relative humidity will be 100%. അതായത് the air is holding the maximum quantity of water vapor it can hold at that particular temperature and pressure. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആണെങ്കിൽ, ഒരു എൻവയോൺമെൻറ്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആണെങ്കിൽ, ആ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും അതേ എൻവയോൺമെൻറ്റിൽ തന്നെ നമ്മൾ വെറ്റ് ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്ന വെറ്റ് ബൾബ് ടെമ്പറേച്ചറും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, so if the relative humidity is 100%, we can say that the dry bulb temperature will be equal to wet bulb temperature. Okay, ini so that is the concept. So at 100% relative humidity, that is saturated air, WBT will be equal to DBT. Okay,
അപ്പോൾ നമുക്കിനി അടുത്ത ടേമിനെ പറ്റി പഠിക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് വെറ്റ് ബൾബ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെറ്റ് ബൾബ് ഡിപ്രഷൻ ഈസ് നത്തിങ് ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതായത് DBT, ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. സോ ദിസ് ഈസ് നോൺ ആസ് വെറ്റ് ബൾബ് ഡിപ്രഷൻ. ഇനി ഇഫ് the relative humidity of the air is അല്ലെങ്കിൽ of our surrounding environment is higher, then the wet bulb depression will be showing a lower value. Okay, അതുപോലെ തന്നെ if the relative humidity of our surrounding air is lower, then the wet bulb depression will be showing a higher value. Okay, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ച് ആദ്യം DBT കണ്ടുപിടിക്കുന്നു. പിന്നെ അതേ എൻവയോൺമെൻറ്റിൽ തന്നെ നമ്മൾ വെറ്റ് ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ WBT കണ്ടുപിടിക്കുന്നു. വെറ്റ് ബൾബ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ഒരു തെർമോമീറ്ററിൻ്റെ ബൾബിന് ചുറ്റും നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് എടുക്കുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ തെർമോമീറ്റർ ഉപയോഗിച്ച് DBTയും വെറ്റ് ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ച് WBTയും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഡിഫറൻസ് എടുക്കുന്നു. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഈ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്ന വാല്യൂ കുറവാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഈ വെറ്റ് ബൾബ് ഡിപ്രഷൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഒരു സ്പെഷ്യൽ കേസ് വരും. അതായത് വെൻ ദി എയർ ഈസ് സാച്ചുറേറ്റഡ്, അല്ലേ? ഇതാണൊരു സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. വെൻ ദി എയർ ഈസ് സാച്ചുറേറ്റഡ്, അതായത് സാച്ചുറേറ്റഡ് എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 100%. സോ വെൻ ദി RH ഈസ് 100%, then we can see that DBT will be equal to WBT. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞാണ്, which implies that wet bulb depression will be equal to 0. That means for the air which is having an RH of 100%, the wet bulb depression value will be equal to 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ വെറ്റ് ബൾബ് ഡിപ്രഷനും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചുറ്റുമുള്ള എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. സോ നമ്മളിവിടെ പറഞ്ഞ കാര്യം, wet bulb depression is equal to DBT minus WBT, and at 100% RH wet bulb depression value will be equal to 0. Okay, ഒരു മനുഷ്യ ശരീരത്തിന് അനുഭവപ്പെടുന്ന ചൂടിൻ്റെയും തണുപ്പിൻ്റെയും ഒക്കെ തീവ്രത മെയിൻലി 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ദ ഡിഗ്രി ഓഫ് വാർമത്ത് ഓർ കോൾഡ് ഫെൽഡ് ബൈ ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ വെലോസിറ്റി. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് അനുഭവപ്പെടുന്ന ചൂടിൻ്റെയും അതുപോലെ തന്നെ തണുപ്പിൻ്റെയൊക്കെ തീവ്രത നിശ്ചയിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. Okay, numerically effective temperature is equal to the temperature of the still saturated air which produces the same sensation of warmth or coolness as produced under the given conditions. Okay, അതായത് ഈ നമ്മൾ ഈ ഡെഫിനിഷൻ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നും. നമുക്ക് എന്താണെന്ന് നോക്കാം. സപ്പോസ് ഒരു റൂം അസ്യൂം ചെയ്യും, റൂം ഉണ്ടെന്ന് സങ്കല്പിക്കാം. അതിനെ നമുക്ക് റൂം നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ഈ റൂം നമ്പർ 1ൻ്റെ തെർമൽ കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റൂം നമ്പർ 1ൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ സപ്പോസ് 17.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 60% ആണെന്ന് അസ്യൂം ചെയ്യുക. അവിടെ ഒരു നോർമൽ എയർ വെലോസിറ്റി ഉണ്ടെന്നും അസ്യൂം ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള റൂമിൽ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ അരുൺ എന്ന് പറയുന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റൂമിൽ അരുൺ കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും അരുണിന് എന്ത് ഫീൽ ചെയ്യും? ഒരു പെർട്ടിക്കുലർ വാംത്തോ അല്ലെങ്കിൽ കോൾഡ്നെസ്സോ അല്ലെങ്കിൽ തെർമൽ കംഫോർട്ടോ അല്ലെങ്കിൽ ഇൻകംഫോർട്ടോ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവും, അല്ലേ? കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു തെർമൽ ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ റൂം കൺസിഡർ ചെയ്യാം. അങ്ങനെ നമുക്ക് റൂം നമ്പർ 2 എന്ന് വിളിക്കാം. ഈ റൂം നമ്പർ 2ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂം നമ്പർ 2ലെ എയർ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള എയർ ഉള്ള റൂമിൽ നമ്മൾ പിന്നെയും അരുണിനെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അരുണിനെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ,
ഇനി ഇത് സാച്ചുറേറ്റഡ് എയർ ഉള്ള റൂം ആയതുകൊണ്ട് തന്നെ ആ റൂമിൻ്റെ എയറിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായിരിക്കും 100% ആയിരിക്കും. മാത്രമല്ല വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ റൂമിലെ എയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്റ്റില്ലാണ്, അതായത് വലിയ വെലോസിറ്റി ഒന്നും ഇല്ലാത്ത സ്റ്റില്ലായിട്ട് നിൽക്കുന്ന എയറാണ് ഈ റൂമിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. അതായത് അരുണിന് റൂം നമ്പർ 1 ഇരുന്നപ്പോൾ തോന്നിയ ഒരു തെർമൽ ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു തെർമൽ കംഫോർട്ടോ അല്ലെങ്കിൽ ഒരു കോൾഡ്നെസ്സോ വാംത്തോ ഒക്കെ ഉണ്ടല്ലോ, അതേ ഫീലിംഗ് തന്നെ അദ്ദേഹത്തിന് റൂം നമ്പർ 2 ഫീൽ ചെയ്യണമെങ്കിൽ ആ റൂം നമ്പർ 2 ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയായിരിക്കണം എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെൻ്റ് വഴി കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് റൂം നമ്പർ 1 അരുണിന് ഫീൽ ചെയ്ത തെർമൽ ഫീലിംഗ് എന്താണോ അതേ ഫീലിംഗ് തന്നെ റൂം നമ്പർ 2 അരുണ് നിൽക്കുമ്പോഴും അരുണിന് ഫീൽ ചെയ്യണമെങ്കിൽ ആ റൂം നമ്പർ 2 എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയായിരിക്കണം എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെൻ്റ് വഴിയൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻ്റ് വഴിയൊക്കെ കണ്ടുപിടിച്ചു. ഏകദേശം DBT 16 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും അരുണിന് റൂം നമ്പർ 1 തോന്നിയ അതേ തെർമൽ ഫീലിംഗ് തന്നെ റൂം നമ്പർ 2 ഫീലിംഗ്. അതായത് DBT 17.5 ഡിഗ്രി സെൻറ്റിഗ്രേഡും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 60%, ഒരു നോർമൽ എയർ വെലോസിറ്റിയും ഉള്ള ഒരു റൂമിൽ അരുണിന് എന്ത് തെർമൽ ഫീലിംഗ് ആണോ അനുഭവപ്പെട്ടത് അതേ തെർമൽ ഫീലിംഗ് തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100%, വലിയ എയർ വെലോസിറ്റി ഒന്നും ഇല്ലാത്ത അതേപോലെ DBT 16 ഡിഗ്രി സെൽഷ്യസ് ഉള്ള റൂമിൽ അരുണിന് ഫീലിംഗ്, സെയിം ഫീലിംഗ് തന്നെ അരുണിന് ഈ 2 റൂമിലും ഫീലിംഗ്. അങ്ങനെയാണെങ്കിൽ ആ DBTയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എഫക്റ്റീവ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള തെർമൽ കണ്ടീഷൻസിൽ ഒരാളിന് തോന്നുന്ന തെർമൽ ഫീലിംഗ് ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്റ്റില്ലായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ സ്റ്റിൽ എയറും അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് എയറും ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യണമെങ്കിൽ എത്രയായിരിക്കണം ആ സാച്ചുറേറ്റഡ് എയറിൻ്റെ ടെമ്പറേച്ചർ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഡെഫിനിഷൻ വായിച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും. ദാറ്റ് ഈസ് effective temperature is equal to the temperature of the still saturated air which produces the same sensation of warmth or coolness as produced under the given conditions. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് DBT, RH, നോർമൽ എയർ വെലോസിറ്റി ഇതിൻ്റെയൊക്കെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫക്റ്റീവ് ടെമ്പറേച്ചർ ഈസ് നത്തിങ് ബട്ട് it is an index. Index എന്ന് പറഞ്ഞാൽ എന്താണ്? സൂചിക. It is an index that is used to determine the combined effect of dry bulb temperature, relative humidity and air velocity. ഓക്കെ, ഈ മൂന്നിൻ്റെയും കൂടെ ആ ഒരു കമ്പൈൻഡ് എഫക്റ്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്ത്? എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, so effective temperature is an index used to correlate the combined effects of air temperature, relative humidity and air velocity. ഇനി എഫക്റ്റീവ് ടെമ്പറേച്ചറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവ് ടെമ്പറേച്ചർ കോൺസെപ്റ്റ് ഉപയോഗിച്ച് കംഫർട്ട് ചാർട്ട്, കംഫർട്ട് സോൺ മുതലായ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കംഫർട്ട് ചാർട്ട് എന്താണ്, കംഫർട്ട് സോൺ എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സാർ താങ്ക് യു സാർ. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാവോ സാർ? പറഞ്ഞോളൂ സാർ. വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡസ് DBT vary according to the thickness and type of cloth that covers the bulb, and what about the degree of wetness required? ഈ DBT ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്. WBT ആണ്. WBT മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ തെർമോമീറ്ററിന്റെ ഈ ബൾബിന് ചുറ്റും നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് മൂടുന്നത്. ഓക്കെ, അപ്പോൾ ആ നനഞ്ഞ തുണി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നനഞ്ഞതായിരിക്കും. അതിന്റെ ഡിഗ്രി ഒന്നുമില്ല, കംപ്ലീറ്റ്ലി അത് നനഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അതിനെ ആ നനവ് മാറാതിരിക്കാനായിട്ട് ശരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഒരു കപ്പിലോ എന്തിനെങ്കിലും വെള്ളം നിറച്ചിട്ട് അതിൽ മുക്കിയാണ് വയ്ക്കുന്നത്.
ഓക്കെ. അപ്പോൾ DBT-ലല്ല, ഡ്രൈ ബൾബ് തെർമോമീറ്ററിലല്ല നമ്മൾ, WBT-ലാണ്, വെറ്റ് ബൾബ് തെർമോമീറ്ററിലാണ് നമ്മൾ ഇതുപോലെ വിക്ക്, നനഞ്ഞ വിക്ക് അതിന് കൂടി വയ്ക്കുന്നത്. ഓക്കെ സാർ. അപ്പൊ അതില് ഇത്ര ഡിഗ്രി ഓഫ് വെറ്റ്നസ് വേണം, അങ്ങനെ എന്തെങ്കിലും റിക്വയർഡ് ആയിട്ടുണ്ടോ? അത് ഫുള്ളി വെറ്റായിരിക്കണം, ആ തുണി കംപ്ലീറ്റ്ലി സോക്ഡ് ആയിരിക്കണം, നല്ല നനഞ്ഞ തുണിയായിരിക്കണം. പ്രത്യേകിച്ച് ഒരു ടെമ്പറേച്ചർ പറയാം? ഇല്ല, അത് ആ നനവ് മാറും തോറും ഈ അടിയിലിരിക്കുന്ന കപ്പിൽ നിന്ന് വെള്ളം അത് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ സാർ, ശരി, താങ്ക് യു സാർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ഹീറ്റ് ലോഡ്, ദ കപ്പാസിറ്റി ഓഫ് എയർ കണ്ടീഷണർ without having an approximate heat rejected by occupied persons? അതെ, അത് നമ്മൾ കൂളിംഗ് പറഞ്ഞോ സാർ. ക്വസ്റ്റ്യൻ സാർ മനസ്സിലാക്കി പറയണോ സാർ? അതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 4th മോഡ്യൂളിൽ തന്നെ ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, അതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പൊ അത് ആ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാവും, നമ്മൾ എങ്ങനെയാണ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പല ഫാക്ടേഴ്സ് ഉണ്ട്, അത് ആ ഫാക്ടേഴ്സ് ഒക്കെ അനുസരിച്ചാണ് ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ കൂളിംഗ് ലോഡ് എത്രയായിരിക്കണം, ഹീറ്റിംഗ് ലോഡ് എത്രയായിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് ഈ ഒരു ടോപ്പിക്കിന്റെ പർവ്യൂല് ഇപ്പൊ തൽക്കാലം വരുന്നതല്ല, കാരണം അതൊരു വേറെ എൻ്റയർലി ഡിഫറെന്റ്, കുറച്ചുകൂടെ ഇച്ചിരി മാസീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഒരു ഹീറ്റിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പല ഫാക്ടേഴ്സ് ഉണ്ട്, ആ കുട്ടി ചോദിച്ചതിന് ഉത്തരം ഇതാണ്, പല ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അത് ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. ഓക്കെ സാർ, ശരി. അപ്പോൾ ആ ഒരു ടോപ്പിക് വരുന്ന ഒരു സമയത്ത് നമുക്ക് അതിനെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ആക്ച്വലി കംഫർട്ട് ചാർട്ട് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ASHRAE ആണ്. അപ്പോൾ പല തരത്തിലുള്ള ആളുകളിൽ സർവേയും റിസർച്ചും ഒക്കെ നടത്തിയിട്ടാണ് ASHRAE ഇങ്ങനെ ഒരു ചാർട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ കംഫർട്ട് ചാർട്ട് ഇസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് എഫക്റ്റീവ് ടെമ്പറേച്ചർ. It was developed by ASHRAE by conducting research on different kinds of people subjected to wide range of environmental temperature, relative humidity and air movement. It is applicable to reasonably still air, to the situations where the occupants are seated at rest or doing light work, and to spaces where enclosing surfaces are at a mean temperature equal to the air dry bulb temperature. Okay. അപ്പോൾ നമുക്കിനി ഒരു കംഫർട്ട് ചാർട്ടിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പോൾ ഒരു കംഫർട്ട് ചാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സീരീസ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് കാണാൻ പറ്റും. സോ ഈ വെർട്ടിക്കൽ ലൈൻസ് ആണ് ആക്ച്വലി എന്ത്, കോൺസ്റ്റന്റ് DBT ലൈൻസ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് DBT ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ നോക്കുകയാണെങ്കിൽ ഇതൊരു 10 ഡിഗ്രി സെൽഷ്യസ് DBT ലൈൻ ആണെങ്കിൽ ഈ ലൈനിൽ ഉടനീളവും DBT വാല്യൂ എന്തായിരിക്കും, 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു 20 ഡിഗ്രി സെൽഷ്യസ് DBT ലൈൻ ആണെങ്കിൽ ഈ ലൈനിലുടനീളവും DBT വാല്യൂ എന്തായിരിക്കും, 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ ദീസ് വെർട്ടിക്കൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻസ് ആർ നോൺ ആസ് DBT ലൈൻസ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് എന്തുകൂടെയുണ്ട്, ഹൊറിസോണ്ടൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻസ് ഉണ്ട്. ദീസ് റെഡ് കളർഡ് ഹൊറിസോണ്ടൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻസ് ആർ നോൺ ആസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് DBT കൂടെ എന്തുകൂടെയുണ്ട്, WBT ലൈൻസ് കൂടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് കൂടെ ഉണ്ട്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. അതായത് സപ്പോസ് ഇതൊരു 20% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിലുടനീളവും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ എന്തായിരിക്കും, 20% ആയിരിക്കും. അതുപോലെ ഇതൊരു 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ ആണെങ്കിൽ ഈ ലൈനിലുടനീളവും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായിരിക്കും, 60% ആയിരിക്കും. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് എന്ത് കർവുകൂടെ ഉണ്ട്, എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്ന കർവ്സ് ആണ് എന്ത്, എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻസ്. അപ്പോൾ അതായത് ഇതും കോൺസ്റ്റന്റ് ലൈൻസ് തന്നെയാണ്. സപ്പോസ് ഇതൊരു 16 ഡിഗ്രി സെൽഷ്യസ് എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ ആണെങ്കിൽ ഈ കർവിലുടനീളം എഫക്റ്റീവ് ടെമ്പറേച്ചർ വാല്യൂ എന്തായിരിക്കും, 16 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ ഇതാണ് ഒരു കംഫർട്ട് ചാർട്ടിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഒരു സ്കെയിൽ അനുസരിച്ചൊന്നും അല്ല വരച്ചിരിക്കുന്നത്, ഇത് ജസ്റ്റ് ഫോർ ലേണിംഗ് പർപ്പസ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഒരു കംഫർട്ട് ചാർട്ട് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ യഥാർത്ഥ ഒരു കംഫർട്ട് ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ കാണുന്നതാണ് ആസ്ട്രേ ഡെവലപ്പ് ചെയ്ത കംഫർട്ട് ചാർട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സ് ആക്സിസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വൈ ആക്സിസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ കാണുന്ന വെർട്ടിക്കൽ ലൈൻസ് ആണ് എന്ത്, കോൺസ്റ്റന്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ലൈനിലുടനീളം ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ എന്തായിരിക്കും, 16 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ,
അതുപോലെ ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് എന്ത്? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈനിലുടനീളം വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്തായിരിക്കും? 16 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കാണുന്ന ലൈൻസ് ആണ് എന്ത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. നമുക്കിവിടെ കാണാൻ പറ്റും പെർസെന്റേജിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ഈ ലൈനിലുടനീളം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ എന്തായിരിക്കും? 20% ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്ന കർവുകളാണ് എന്ത്? എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻസ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കർവ് എടുക്കുകയാണെങ്കിൽ ഈ കർവിലുടനീളം എഫക്റ്റീവ് ടെമ്പറേച്ചർ വാല്യൂ എന്തായിരിക്കും? 24 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറയാത്ത രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാൻ പറ്റും, ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാൻ പറ്റും. ഇവിടെ സമ്മർ സീസൺ എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ വിന്റർ സീസൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ആസ്ട്രേ നടത്തിയ ഒരു സർവേയുടെ റിസൾട്ടാണ് ഈ കാണുന്നത്. എന്താണ് ഈ സർവേ നോക്കാം. ഈ രണ്ട് ഗ്രാഫുകളുടെയും എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ടെമ്പറേച്ചറും വൈ ആക്സിസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഫീലിംഗ് കംഫർട്ടബിൾ ആണ്. രണ്ട് ഗ്രാഫിന്റെയും എക്സ് ആക്സിസും വൈ ആക്സിസും സെയിം ആണ്. ഇനി ആസ്ട്രേ സർവേ നടത്തി കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രേ പറഞ്ഞത് സമ്മർ സീസണിൽ 98% ആൾക്കാർക്കും, സോ ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഗ്രാഫിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് 98% ആണ്. അപ്പോൾ 98% ആൾക്കാർക്കും സമ്മർ സീസണിൽ കംഫർട്ട് ഫീൽ ചെയ്തത് ഏത് എഫക്റ്റീവ് ടെമ്പറേച്ചറിലാണ്? 21.6 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് അല്ലെ. ആ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമ്മൾ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം 21.6 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. അപ്പോൾ ഇൻ സമ്മർ സീസൺ 98% felt comfortable for an ET of 21.6 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതുപോലെ വിന്റർ സീസണിൽ 97.7% ആൾക്കാർക്കും, ഈ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു 97.7% ആണ്. അപ്പോൾ 97.7% ആൾക്കാർക്കും കംഫർട്ട് ഫീൽ ചെയ്ത് ഏത് ടെമ്പറേച്ചറിലാണ്? അറൗണ്ട് 20 ഡിഗ്രി സെൽഷ്യസിലാണ്. എഫക്റ്റീവ് ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പോൾ സമ്മർ സീസണിൽ 98% felt comfortable at an ET of 21.6 degree centigrade, and in winter 97.7% felt comfortable at an ET of 20 degree Celsius. So this data was put forward by ASTRAE through their research and survey. ആ ഡേറ്റയാണ് അവരുടെ ഗ്രാഫിക്കൽ ഫോമിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് സപ്പോസ് നമുക്കൊരു തെർമൽ എൻവയോൺമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ തെർമൽ എൻവയോൺമെന്റിന്റെ DVT എന്ന് പറയുന്നത് സപ്പോസ് 17.5 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വയ്ക്കാം. അതോടൊപ്പം തന്നെ അതായത് നമ്മുടെ ചുറ്റുമുള്ള എയറിന്റെ DVT 17.5 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എയറിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഫോർ എക്സാമ്പിൾ 60% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ടെമ്പറേച്ചർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ എത്ര, എങ്ങനെ നമുക്ക് കംഫർട്ട് ചാർട്ട് ഉപയോഗിച്ച് ഈ പറയുന്ന കണ്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു എഫക്റ്റീവ് ടെമ്പറേച്ചർ? ഫോർ എക്സാമ്പിൾ ഈ കേസിലാണെങ്കിൽ ഒരാൾ 17.5 ഡിഗ്രി സെൽഷ്യസ് DVTയും RH 60% ഉള്ള ഒരു തെർമൽ എൻവയോൺമെന്റിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കംഫോർട്ടാണോ ഫീൽ ചെയ്യുന്നത് അതേ കംഫോർട്ട് അയാൾക്ക് ഒരു സാച്ചുറേറ്റഡ് സ്റ്റിൽ എയറിൽ ഫീൽ ചെയ്യണമെങ്കിൽ ആ സാച്ചുറേറ്റഡ് സ്റ്റിൽ എയറിന്റെ DVT എത്ര ആയിരിക്കണം? ആ DVTയുടെ വാല്യൂ ആണ് നമ്മൾ ET അല്ലെങ്കിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? DVT 17.5 ഡിഗ്രി സെൽഷ്യസ്, RH 60%. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് ഉപയോഗിച്ച് എങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം DVT equal to 17.5 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈന് വരയ്ക്കാം. ഓക്കെ, ഈ ബ്ലൂ ലൈനാണ്. ഈ ബ്ലൂ ലൈൻ കറസ്പോണ്ട്സ് ടു ദ വാല്യൂ ഓഫ് എന്ത്? 17.5 ഡിഗ്രി സെൽഷ്യസ് DVT. ഓക്കെ, ഇനി അടുത്ത ഡേറ്റ എന്താണ്? RH 60%. അപ്പോൾ നമ്മൾ 60% RH ലൈന് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് കാണാം ഈ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നതാണ് എന്ത്? 60% RH. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് 60% RH ലൈന്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് 17.5 ഡിഗ്രി സെൽഷ്യസ് DVT ലൈൻ. ഓക്കെ, സോ 60% RH ലൈൻ. അപ്പോൾ ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കാണുമല്ലോ. ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക.
എന്നിട്ട് ഈ ഇന്റർസെക്ഷൻ പോയിന്റുകൾ പാസ് ചെയ്യുന്ന എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇതുപോലെ. സോ ഈ കേസിൽ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാമ്പിളിൽ നമ്മുടെ എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻ ഏത് വാല്യൂ ആണ്? 16 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. സോ the effective temperature corresponding to DBT 17.5 degree Celsius and R 60% is 16 degree Celsius. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കംഫർട്ട് ചാർട്ട് ഉപയോഗിച്ച് എഫക്റ്റീവ് ടെമ്പറേച്ചർ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിനി കംഫർട്ട് സോൺ എന്താണെന്ന് നോക്കാം. സോ കംഫർട്ട് സോൺ is an area or zone in the comfort chart which is bounded by 30% and 70% RS lines as well as 19% and 22% effective temperature lines. അതായത് 30% 70% RS lines ആലും അതുപോലെ തന്നെ 19% 22% എഫക്റ്റീവ് ടെമ്പറേച്ചർ ലൈൻസ് ആലും ചുറ്റപ്പെട്ട് കിടക്കുന്ന റീജിയനെ നമ്മൾ എന്ത് പറയുന്നത്? കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള തെർമൽ എൻവയോൺമെന്റിന്റെ കണ്ടീഷൻ ഈ കംഫർട്ട് സോണിന്റെ അകത്ത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? കംഫർട്ട് ഫീൽ ചെയ്യും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് നമുക്ക് ചുറ്റുമുള്ള തെർമൽ എൻവയോൺമെന്റിന്റെ കണ്ടീഷൻ സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ചുറ്റുമുള്ള തെർമൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ എയറിന്റെ കണ്ടീഷൻ ഇവിടെയാണെങ്കിൽ, ഈ കാണിച്ചിരിക്കുന്ന ബ്ലൂ കളർ ഡോട്ട് ആണെങ്കിൽ അതിനകത്ത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ള എയർ ഹോട്ടാണ്, അതോടൊപ്പം തന്നെ എന്താണ്? ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു എയർ കണ്ടീഷന്റെ സഹായത്തോടെ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ചെറുതായിട്ടൊന്ന് ഉയർത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് താക്കേണ്ടതുണ്ട്. നമ്മൾ ഈ കംഫർട്ട് സോണിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യാൻ തുടങ്ങും? നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കംഫർട്ട് സോൺ. ഈ കംഫർട്ട് സോണിന്റെ കാര്യം പറയുമ്പോഴും അതുപോലെ തന്നെ ഈ ചാർട്ടിന്റെ കാര്യം പറയുമ്പോഴും ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ചിന്തിക്കുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കംഫർട്ട് സോൺ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഈ കംഫർട്ട് സോണിന്റെ തന്നെ പല മോഡിഫൈഡ് വേർഷൻസ് ASHRA തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. സോ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ കംഫർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ കംഫർട്ട് സോണിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൂടെ മനസ്സിൽ വയ്ക്കുക. സോ ദാറ്റ് ഈസ് ദ എസൻസ് ഓഫ് കംഫർട്ട് സോൺ. എനിക്കിവിടെ ഒരു ചെറിയൊരു എറർ പറ്റിയിട്ടുണ്ട്. ഞാൻ ടെമ്പറേച്ചറിന് പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത്. കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 30% ആൻഡ് 70%നും അതുപോലെ തന്നെ ടെമ്പറേച്ചർ 19 ആൻഡ് അറൌണ്ട് 22 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയ്ക്കുള്ള റീജിയനെ നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതായത് എഫക്റ്റീവ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഞാനിവിടെ അറിയാതെ സ്ലിപ്പ് ഔട്ട് ടാങ്കിൽ പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ബിറ്റ്വീൻ 30 ആൻഡ് 70% ആൻഡ് എഫക്റ്റീവ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ 19 ആൻഡ് 22 ഡിഗ്രി സെന്റിഗ്രേഡ്. ഓക്കെ, അപ്പോൾ പാർട്ട് മീ ഫോർ ദാറ്റ് മിസ്റ്റേക്ക്. ഓക്കെ, So the first factor affecting the human comfort is effective temperature. അപ്പോൾ എന്തായിരുന്നു effective temperature? Effective temperature is nothing but an index correlating the combined effects of എന്തൊക്കെ? tribal temperature, relative humidity and air velocity. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിൻ്റെ കമ്പൈൻഡ് എഫക്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്ത്? effective temperature. So the next factor is heat production and regulation in the human body. അപ്പോൾ നമുക്കറിയാം മെറ്റബോളിസം വഴി നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ വളരെയധികം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായ തെർമോ റെഗുലേറ്ററി മെക്കാനിസംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷിവർ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതുമെല്ലാം ആ തെർമോ റെഗുലേറ്ററി മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് factor is heat and moisture losses from the human body. ഹീറ്റും ഈർപ്പമൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതും നമ്മുടെ ഹ്യൂമൻ കംഫർട്ടായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സാണ്. ഓക്കെ, മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദെയർ ഇസ് ദ നെക്സ്റ്റ് ഫാക്ടർ. അതായത് നമ്മളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയൊരു ടോപ്പിക്കാണ്. അതായത് ഹൗ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഫക്ട്സ് ദി ഹ്യൂമൻ കംഫർട്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എയറിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് ഹ്യൂമൻ കംഫർട്ടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഫാക്ടർ ഈസ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് എയർ. അപ്പോൾ ക്വാളിറ്റി ഓഫ് എയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എയറിൻ്റെ
പ്യൂരിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ടോക്സിക് കണ്ടൻസ് ഉണ്ടോ, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസിൻ്റെ അളവ് വളരെ കൂടുതലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് എയർ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എയറിൻ്റെ അളവ്. ഓക്കെ, ഇനി എയർ മോഷൻ, വായു സഞ്ചാരം, ഇസ് ഓൾസോ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് അഫക്റ്റിംഗ് ദി ഹ്യൂമൻ കംഫർട്ട്. അടുത്തത് ഹോട്ട് ആൻഡ് കോൾഡ് സർഫസ്, അതായത് നമ്മുടെ എയർ കണ്ടീഷൻ്റെ സ്പേസിൽ വളരെ ചൂടുള്ളതും അല്ലെങ്കിൽ വളരെ തണുത്തതുമായിട്ടുള്ള വസ്തുക്കൾ ഇരിക്കുകയാണെങ്കിൽ അതും നമ്മുടെ എയർ കണ്ടീഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹ്യൂമൻ കംഫർട്ടായിട്ട് ബന്ധപ്പെട്ടും കിടക്കുന്നു. ഓക്കെ, അടുത്താണ് എയർ സ്റ്റാറ്റിഫിക്കേഷൻ. അപ്പോൾ എന്താണ് എയർ സ്റ്റാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സപ്പോസ് ഒരു ടോൾ ബിൽഡിംഗ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഓക്കെ, സപ്പോസ് ഒരു ടോൾ ബിൽഡിങ്ങോ പൊക്കം കൂടിയ ബിൽഡിംഗ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫ്ലോർസ് ഒക്കെ കാണും, നിലകളൊക്കെ കാണും, ഒന്നിൽ കൂടുതൽ നിലകളൊക്കെ കാണും. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഹോട്ട് എയർ എന്ത് ചെയ്യും? മുകളിലോട്ട് റൈസ് ചെയ്യും അല്ലേ? ഹോട്ട് ആൻഡ് തിൻ എയർ എപ്പോഴും എന്ത് ചെയ്യും? മുകളിലോട്ട് റൈസ് ചെയ്യും. അതുപോലെ തന്നെ കോൾഡ് ആൻഡ് ഡെൻസ് എയർ എന്ത് ചെയ്യും? താഴോട്ട് വരും. സോ കോൾഡ് ആൻഡ് ഡെൻസ് എയർ താഴോട്ട് ട്രാവൽ ചെയ്യും. അപ്പം ഹോട്ട് എയർ മുകളിലോട്ടും കോൾഡ് എയർ താഴോട്ടും വരുന്നത് കാരണം അവിടെ എന്തുണ്ടായിട്ട് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? മുകളിലത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കണമെന്നില്ല താഴത്തെ ടെമ്പറേച്ചർ മുകളിലത്തെ ടെമ്പറേച്ചർ ആയിരിക്കണമെന്നില്ല താഴത്തെ ടെമ്പറേച്ചർ. സോ ദർ വിൽ ബി എ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചേഴ്സ് ഫ്രം ദി ഫ്ലോർ ടു ദി സീലിംഗ് അല്ലേ? സോ ദർ വിൽ ബി എ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഫ്രം ദി ഫ്ലോർ ടു ദി സീലിംഗ്. അതുകൊണ്ട് തന്നെ മുകളിലുള്ള ഒക്കുപ്പൻസിന് ഫീൽ ചെയ്യുന്ന തെർമൽ എൻവയോൺമെൻറ്റ് ആയിരിക്കത്തില്ല താഴെയുള്ള ഒക്കുപ്പൻസിന് ഫീൽ ചെയ്യുന്ന തെർമൽ എൻവയോൺമെൻറ്റ്. സോ ദിസ് ഇസ് നോൺ ആസ് എയർ സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, സോ എയർ സ്ട്രാറ്റിഫിക്കേഷൻ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ എയർ കണ്ടീഷൻ എക്യുപ്മെൻറ്റ്സിന് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. So that is the essence of air stratification. It's also one of the factors that is affecting the human comfort. So the factors affecting the human comfort are effective temperature, heat production and regulation in the human body, heat and moisture losses from the human body, moisture content of the air, quality and quantity of the air, air motion, hot and cold surfaces as well as air stratification. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എല്ലാ വീഡിയോസും കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ സാറ് ഒരു ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാമോ സാർ? നമുക്ക് സാറ് ഈ കംഫർട്ട് സോണിന്റെ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു പോർഷനിൽ സാർ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കംഫർട്ട് ചാർട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ASHR ഇങ്ങനെ ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി ഒരു ആവറേജ് മനുഷ്യന് ഏത് തെർമൽ എൻവയോൺമെന്റിലാണ്, അതായത് ഏത് ടെമ്പറേച്ചറിലാണ്, ഏത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലെവലിലാണ് അയാൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യുക എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് നമുക്കൊരു ഒറ്റ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റും. ഇത്ര ടെമ്പറേച്ചർ, ഇത്ര റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ അല്ലെങ്കിൽ ഇത്ര എയർ വെലോസിറ്റിയിലൊന്നും ഇദ്ദേഹത്തിന് കംഫർട്ട് ഫീൽ ചെയ്യും നമുക്കൊരു ഒറ്റ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റും. അതൊരു ഏരിയ ആണ്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള എയറിന്റെ കണ്ടീഷൻസ് ആ ഏരിയക്കകത്ത് കൊണ്ടെത്തിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ആ കംഫർട്ട് ചാർട്ടിൽ കാണുന്ന ആ ഒരു കംഫർട്ട് സോണിൻ്റെ അകത്ത് കൊണ്ടെത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ സപ്പോസ് ചിലപ്പോൾ നാച്ചുറലി നമ്മൾ ആ കംഫർട്ട് സോണിലായിരിക്കും, നമ്മുടെ ചുറ്റുമുള്ള എയർ ആ പറയുന്ന ചാർട്ടിൻ്റെ അകത്തുള്ള കംഫർട്ട് സോണിലായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ എയർ കണ്ടീഷനിങ് ഒന്നും ആവശ്യമില്ല, നാച്ചുറലി തന്നെ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ് അവിടെ വെച്ച് നമ്മൾ ആ കംഫർട്ട് ലെവലിലോട്ട് കൊണ്ടെത്തിക്കേണ്ടി വരും. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് മറ്റേ 6 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം. എക്സ്പ്ലെയിൻ അബൌട്ട് കംഫർട്ട് ചാർട്ട് ആൻഡ് കംഫർട്ട് സോൺ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംഫർട്ട് സോൺ ആ കാണിച്ചിരിക്കുന്ന ASHR ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കംഫർട്ട് സോൺ ഫൈനൽ ആണെന്ന് ആരും വിചാരിക്കില്ല. അതിൽ ഇപ്പോഴും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ASHR തന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള കംഫർട്ട് ചാർട്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ 1920, 30, 70 എന്നൊക്കെ പറയുന്ന ഒരു ഫിക്സ്, ഇത് എപ്പോഴും ലോകം അവസാനിക്കുന്നവരെ ഇങ്ങനെ ആയിരിക്കും എന്ന് ആരും വിചാരിക്കരുത്. ഇറ്റ് ഈസ് ഇവോൾവിംഗ് ഫ്രം ടൈം ടു ടൈം. ഓക്കെ സാർ, താങ്ക് യു സാർ. അതേപോലെ ഈ ഒരു കംഫർട്ട് ചാർട്ട് സാർ കാണിച്ചായിരുന്നു സാർ, പ്രോബ്ലം റിലേറ്റഡ് ഒരു കംഫർട്ട് ചാർട്ട് കാണിച്ചു. അത് എക്സാം ഹാളിലോട്ടൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എല്ലാവിടെ ആണോ?
സാധാരണ രീതിയിൽ കംഫർട്ട് ചാർട്ട് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടുവന്നിട്ടില്ല. സൈക്രോമെട്രി ചാർട്ട് എന്ന് പറഞ്ഞ ചാർട്ടുണ്ട്, അത് കുട്ടികൾക്ക് അറിയായിരിക്കും. ഒരു 3rd മോഡ്യൂൾ സൈക്രോമെട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ച സമയത്ത് സൈക്രോമെട്രി ചാർട്ട് എന്നുള്ള ചാർട്ടുണ്ട്. അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാം. ആ ഇൻവിജിലേറ്ററിന്റെ ഒരു സിഗ്നേച്ചറിന്റെ ഉണ്ടെങ്കിൽ നമുക്കത് എക്സാം ഹാളിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, WBT ഈസ് ഇൻക്ലൈൻഡ് ലൈൻ ഈസിൻറ്റ് ഇറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് WBT ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ അല്ലേ, ഇതിങ്ങനെ ഹൊറിസോണ്ടൽ അല്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. WBT ഇൻക്ലൈൻഡ് ആണ് എവിടെ? സൈക്രോമെട്രിക് ചാർട്ടിൽ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കംഫോർട്ട് ചാർട്ടാണ്. കംഫോർട്ട് ചാർട്ടിൽ WBT കാണിച്ചിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടാണ്, ഹൊറിസോണ്ടൽ ലൈൻസിന്റെ സീരീസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ സൈക്രോമെട്രിക് ചാർട്ട് വരുമ്പോൾ WBT ഇങ്ങനെ. അപ്പൊ ആ കുട്ടി ചിലപ്പോൾ ആ സൈക്രോമെട്രിക് ചാർട്ട് മനസ്സിൽ വെച്ചോണ്ടായിരിക്കും അങ്ങനെ വെച്ചു. അപ്പം അത് ക്ലിയർ ആയിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. WBT ഇൻക്ലൈൻഡ് ആവുന്നത് സൈക്രോമെട്രിക് ചാർട്ടിലാണ്. WBT ഹൊറിസോണ്ടൽ ലൈൻ എവിടെയാണ്? ഹ്യൂമൻ കംഫോർട്ട് ചാർട്ട്. ഓക്കെ സാർ, ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സാറ് സെഷനിൽ വേറെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനുണ്ടോ സാർ ഫൈനലി? എനിക്ക് പറയാനുള്ളത്, എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കംഫോർട്ട് ചാർട്ട് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ എഫക്റ്റീവ് ടെമ്പറേച്ചർ പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത്. എല്ലാവരും ക്ഷമിക്കുക, അത് പെർസെൻറ്റേജ് അല്ല, ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ കൂടെ അതുകൂടെ പറഞ്ഞു വന്നപ്പോൾ അത് പെർസെൻറ്റേജ് ആയിപ്പോയതാണ്. അപ്പം അത് എല്ലാവരും ക്ഷമിക്കുക, അത് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അതിന്റെ യൂണിറ്റ്. ഇനി വേറൊരു കാര്യം, അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർക്ക് എന്തെങ്കിലും ഉപയോഗം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വേറെ ഒന്നുമില്ല. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.